കിടന്ന മനുഷ്യനെ ഇതുവരെ ആരും രക്ഷപ്പെടുത്തിയില്ല അല്ലേ? രക്ഷിച്ചു. ശമരിയാക്കാരനായ ഒരു നല്ല മനുഷ്യൻ അയാളുടെ മുറിവുകളൊക്കെയും വെച്ചുകെട്ടി തന്റെ കഴുതപ്പുറത്ത് കയറ്റി ഏതോ സത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ ഒളിച്ചിരുന്ന് കണ്ടു. അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. എന്നാലും ആ പാവം മനുഷ്യനെ ഉപദ്രവിച്ച കൊള്ളക്കാരെ ഒന്ന് നേർക്കുനേർ കാണാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാനവരെ തുണ്ടമാക്കിയേനെ. ഞാനവരെ കണ്ടിരുന്നെങ്കിൽ എന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ചാമ്പലാക്കി മാറ്റിയേനെ. അതാ ഒരു വലിയ ജനക്കൂട്ടം നടന്നു. എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് വരട്ടെ. പോയി നോക്കിയിട്ട് വരൂ. എന്തായിരുന്നാലും മുറിവേറ്റ ആ മനുഷ്യൻ രക്ഷപ്പെടുവാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം അയാളുടെ ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നു പോയിരിക്കുന്നു. തന്നെയുമല്ല, ശിരസിൽ ധാരാളം മുറിവുകളുമുണ്ട്. അയാളുടെ ജീവൻ നിലനിർത്തുവാൻ നമ്മൾ എന്തെങ്കിലും കാര്യമായി ചെയ്തേ മതിയാവൂ. നമ്മെ കൊണ്ട് എന്ത് സാധിക്കും? നമ്മെ കൊണ്ട് ഒന്ന് സാധിക്കും, ഒന്ന് മാത്രമേ സാധിക്കൂ. എന്താണാവോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? മരണാസന്നനായ ആ മനുഷ്യന് വേണ്ടി വളരെ ശക്തമായ രീതിയിൽ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയില്ലേ? തീർച്ചയായും ഞാൻ മനസ്സിൽ വിചാരിച്ചതും അതുതന്നെയാണ്. ആ മനുഷ്യനെ രക്ഷിക്കുവാൻ നമ്മുടെ കണ്ണീരിനേക്കാളും പ്രാർത്ഥനയെക്കാളും പ്രയോജനം ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയുമില്ല. എനിക്ക് പ്രഭാഷണത്തിന് പോകേണ്ടതിനാൽ ഒട്ടും വൈകേണ്ട. പ്രാർത്ഥന തുടങ്ങാം. കരുണ നിറഞ്ഞവനായ ദൈവമേ, അവശനായ മനുഷ്യന് വേണ്ടി ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. തിരക്കേറിയ ജീവിതത്തിനിടയിൽ അങ്ങയോട് അല്പസമയം പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തിയവരാണല്ലോ ഞങ്ങൾ. നിർത്ത്. നിങ്ങളുടെ ഈ പ്രാർത്ഥന നിർത്ത്. പ്രാർത്ഥനയ്ക്കിടയിലാണോ ബഹളം വെക്കുന്നത്? നോക്ക്, അങ്ങോട്ട് നോക്ക്. ആ ജനക്കൂട്ടത്തെ കണ്ടില്ലേ? അവരെല്ലാരും കൂടി എവിടേക്കാണ് പോകുന്നത്? വ്യഭിചാരം ചെയ്ത ഒരു സ്ത്രീയെ അവർ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുപോവുകയാണ്. എന്ത്? വ്യഭിചാരം ചെയ്ത സ്ത്രീ എന്നോ? വിടരുത് അവളെ. ഇനി ഒരു കല്ലെങ്കിലും അവളുടെ തലയിൽ എറിഞ്ഞില്ലെങ്കിൽ എന്റെ കൈയുടെ തരിപ്പ് മാറില്ല. പ്രഭാഷണത്തിന് പോയില്ലെങ്കിലും സാരമില്ല. വരൂ, എല്ലാവരും വരൂ, നമുക്ക് പോകാം. അഭയപുരോഹിത, നമ്മുടെ പ്രാർത്ഥന. ഏതു നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും നാം പ്രാർത്ഥിക്കാറില്ലേ? അവളെ കല്ലെറിയുന്നതിന് മുമ്പും ഒന്ന് പ്രാർത്ഥിച്ചല്ലേ തുടങ്ങാൻ പറ്റൂ. അപ്പോൾ ഇപ്പോഴത്തെ ബാക്കിയും പ്രാർത്ഥിക്കാം. പോരെ, ഇപ്പോൾ സമയം കളയണ്ട, വരൂ. പൊടിയും മാറാലയും ഒക്കെ തട്ടി അടിച്ചുവാരി വൃത്തിയാക്കിയ ഈ ദേവാലയം ഇനി ഞാൻ എങ്ങനെ ശുദ്ധിയാക്കേണ്ടി? പ്രിയമുള്ളവരെ, നിങ്ങൾ കണ്ടില്ലേ ഇവരുടെ ദുഃഖ പ്രകടനങ്ങൾ? നിങ്ങൾ കേട്ടില്ലേ ഇവരുടെ ദയനീയ വിലാപങ്ങൾ? ഇവരുടെ പ്രാർത്ഥനകളിലും വിലാപങ്ങളിലും ആത്മാർത്ഥതയുടെ ഒരു തരിയെങ്കിലും ദർശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വയം നീതിമാനെന്ന് നടിക്കുന്ന ഇത്തരക്കാരെ യേശു തമ്പുരാൻ വിളിച്ചു വെള്ളത്തേച്ച ശവക്കല്ലറകൾ. വ്യാജ വിലാപങ്ങൾ നിറഞ്ഞ പ്രാർത്ഥനകളെക്കാളുപരി സൽപ്രവർത്തികളിലൂടെ ജീവിതം നയിക്കുവാൻ ഈ എളിയ കലാസൃഷ്ടി അല്പം വെളിച്ചമേകി എന്ന പ്രത്യാശയിൽ വിലാപങ്ങൾ നിർത്തട്ടെ. ഞങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകിയ ഞങ്ങളുടെ വികാരി റവറൻഡ് ഫാദർ ജോർജ് ജോണിനോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നതോടൊപ്പം ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. മക്രിയാൻ ബിജു, ചുങ്കക്കാരൻ ബിജോയ്, ഗായോസ് ജോയ്, സീതോൺ റെജി, യജമാനത്തി ലിസി, തോഴി മഞ്ജു, മഹാപുരോഹിതൻ മെൽവിൻ, അഭ്യാദാർ ജേക്കബ്, ഡബിംഗ് മെർലിൻ, മ്യൂസിക് ഡയറക്ടർ സാം ഡേവിഡ്, സൗണ്ട് എഞ്ചിനീയർ ബിനു, സ്ക്രിപ്റ്റ് അപ്പു കല്ലുപാറ, ഡയറക്ഷൻ ജോയ്.